പശ്ചിമ ബംഗാളിൽ എന്താണോ നടന്നത് അത് തന്നെ കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്നു. അതിന്റെ ഉള്ളൊരുക്കങ്ങളെല്ലാം സജീവമായി തന്നെ നടക്കുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിലെ CPM പാർട്ടിയുടെ ഭാവിയെ പറ്റിയാണ്. പശ്ചിമ ബംഗാളിലെ അവസാനത്തെ CPM മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയാണ്. 2000 നവംബർ 6 മുതൽ 2011 മെയ് 20 വരെ 3 ടേമുകൾ ബുദ്ധദേവ് ബംഗാൾ ഭരിച്ചു. ബുദ്ധദേവിന്റെ ഭരണകാലത്താണ് കുപ്രസിദ്ധമായ നന്ദിഗ്രാം കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. സാധാരണക്കാരായ 100-ലധികം ആളുകൾ അന്നത്തെ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു. 14 പേർ പോലീസ് നടത്തിയ വെടിവയ്പിലും കൊല്ലപ്പെട്ടു. കലാപം പിന്നീട് കെട്ടടങ്ങി. പക്ഷേ അന്നു മുതൽ അവിടെ CPMന്റെ അടിവേരിളകാൻ തുടങ്ങി. ജ്യോതി ബസുവും ബുദ്ധദേവും കൂടി 33 വർഷവും 333 ദിവസവും തുടർച്ചയായി പശ്ചിമ ബംഗാൾ ഭരിച്ച CPMന് ഇപ്പോഴത്തെ നിയമസഭയിൽ ഒരൊറ്റ MLA പോലുമില്ല. നന്ദിപുരത്തിനടുത്തുള്ള മിഡ്നാപൂർ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് അന്ന് പാർട്ടി അടച്ചുപൂട്ടിയതാണ്. ഒരു വ്യാഴവട്ടം കഴിഞ്ഞ് ഈ ഓഫീസ് തുറക്കാനായെങ്കിലും അതിന് സമീപത്തുള്ള ഒരു ഡസനോളം ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ മൊത്തം BJP ഓഫീസുകളായി മാറിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകരും നേതാക്കളും പുഴ പോലെ BJPയിലേക്ക് ഒഴുകിപ്പോയി. ഇത് ബംഗാളിൽ സംഭവിച്ചത്. ഏറെക്കുറെ ഇതേ അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെയും പോക്ക്. കേരളത്തിലെ CPMൽ നിന്ന് പുറത്തേക്ക് അണികളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ. ജനാധിപത്യ വിശ്വാസമുള്ളവർ കോൺഗ്രസിലേക്ക് പോകുന്നു, അല്ലാത്തവർ BJPയിലേക്കും പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രവർത്തകർ മാത്രമല്ല, ബംഗാളിലെ പോലെ കേരളത്തിലും CPMന്റെ ഓഫീസുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. 2021 കേരളത്തിലെ ഒരു CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് BJP ഓഫീസായി മാറിയത്. കോവളത്തായിരുന്നു ഈ ഒരു മാറ്റം. വിഴിഞ്ഞം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോവളം ഏരിയ കമ്മിറ്റി അംഗവുമായ മുക്കോല പ്രഭാകരൻ, വയൽക്കര മധു തുടങ്ങിയ മുൻനിര നേതാക്കളുടെ ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഓഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് പോയത്. അതൊരു തുടക്കമായിരുന്നു എന്ന് വേണം കരുതാൻ. കേരളത്തിൽ ഉടനീളം ഇപ്പോൾ പ്രകടമാകുന്നത് ഈ മാറ്റമാണ്. ഓഫീസുകൾ നിറം മാറുന്നത് അത്ര പ്രകടമല്ലെങ്കിലും സഖാക്കൾ കൂട്ടത്തോടെ സംഘികളാകുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക CPM ലോക്കൽ ഏരിയ കമ്മിറ്റികളിലും കാണാനാകും. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രദ്ധേയമായ പ്രകടനം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായാണ് അന്ന് മാധ്യമങ്ങൾ പോലും വിലയിരുത്തിയത്. ബംഗാളിലെ കാവി കുതിച്ചുചാട്ടത്തിനു പിന്നിൽ ചെങ്കൊടിയുടെ പിൻവാങ്ങലായിരുന്നു കാരണം. കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കണ്ട് സഖ്യത്തിന് വിസമ്മതിച്ച് BJPക്ക് വളരാൻ അന്ന് CPM അവസരം നൽകി. ബംഗാളിൽ കോൺഗ്രസിനും ക്ഷീണം സംഭവിച്ചെന്ന് സമ്മതിക്കാം. പക്ഷേ 1951-52 ഒന്നാം പാർലമെന്റിൽ പ്രധാന പ്രതിപക്ഷമായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പാപ്പരായി. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അവരുടെ പതനം പൂർത്തിയായപ്പോൾ അധികാരം നിലനിർത്തുന്ന കേരളത്തിലും അവർ സർവനാശത്തിന്റെ വക്കിലാണ്. രണ്ടായി വിഭജിച്ച് പരസ്പരം പോരടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ CPIയുടെ അന്തകനായി CPM മാറി. ഓരോ തെരഞ്ഞെടുപ്പിലും തോൽക്കുന്ന സീറ്റുകൾ മാത്രം നൽകുകയും ജയിക്കാൻ സാധ്യതയുള്ളിടത്തൊക്കെ കാലുവാരി CPIയെ തോൽപ്പിക്കുകയുമാണ് CPM ചെയ്യുന്നത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പൊതുവെ CPMനിപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ ആദ്യമായി നിയമസഭ കണ്ടതുപോലും ഹിന്ദുത്വ വോട്ട് നേടിയാണ്. 1970 കൂത്തുപറമ്പിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നേരിട്ട പിണറായി വിജയന് വോട്ട് അഭ്യർത്ഥിച്ച് സംഘപരിവാർ സംഘടനകളുടെ ആചാര്യൻ LK അദ്വാനി വരെ എത്തിയത് ചരിത്രമായിരുന്നു. ഹിന്ദു മഹാസഭയുടെയും ഭാരതീയ ജനസംഘത്തിന്റെയും സംഘപരിവാറിന്റെയും പ്രത്യയശാസ്ത്രപരവും സംഘടനാപരവുമായ പാരമ്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടുപോയ ചരിത്രമാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് കൊടിയും ചിഹ്നവും ഉപേക്ഷിച്ച് അണികൾ പാർട്ടി ഓഫീസുകൾ വരെ BJPക്ക് തീരെഴുതി കൊടുത്തത്.
രാജ്യത്തെവിടെയായാലും BJPക്ക് വെല്ലുവിളി കോൺഗ്രസ് മാത്രമാണ്. രാജ്യം കോൺഗ്രസ് മുക്തമായെങ്കിലേ BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ കഴിയൂ. ഇന്ത്യയെ ഔദ്യോഗികമായി ഹിന്ദു രാഷ്ട്രമായി മാറ്റിയെടുക്കാനാകൂ. അതിനുവേണ്ടിയാണ് കേരളത്തിൽ CPMുമായി BJP രഹസ്യമായി ബന്ധം വെച്ച് പുലർത്തുന്നത്. തൃശൂരിൽ വിജയിച്ചതും തിരുവനന്തപുരത്തും പാലക്കാടും പരാജയപ്പെട്ടതുമായ രാഷ്ട്രീയ പരീക്ഷണം രണ്ടു കൂട്ടരും തുടരുക തന്നെ ചെയ്യും. ലക്ഷ്യം കാണുന്നതുവരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കേരളത്തിൽ മറ്റൊരു മാറ്റം കൂടി CPMൽ സംഭവിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ വർഗീയതയുമായി സന്ധി ഉണ്ടാക്കിയപ്പോൾ കേരളത്തിൽ വർഗസമരത്തെയാണ് CPM ബലി കഴിക്കുന്നത്. ഇന്നത്തെ CPMൽ വർഗശത്രുക്കൾ പാർട്ടിക്ക് പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ തന്നെയാണ്. കരുനാഗപ്പള്ളിയിലും തിരുവല്ലയിലും കോവളത്തും കായംകുളത്തും പാലക്കാടും ഷൊർണൂരും കണ്ണൂരിലും കാസർഗോഡുമൊക്കെ അടി CPMന് ഉള്ളിൽ തന്നെയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്നു കരുനാഗപ്പള്ളിയിൽ. ജില്ലയിലുടനീളം CPMന് വെള്ളവും വളവും നൽകി വളർത്തി വലുതാക്കാൻ ശ്രമിച്ച സാക്ഷാൽ N ശ്രീധരൻ നാട്ടിൽ 2 സംസ്ഥാന നേതാക്കളെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പൂട്ടിയിട്ട് പരസ്പരം കൊലവിളി നടത്തി അടിച്ചുപിരിഞ്ഞ കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത്. CPM ഇത്ര അധപ്പതിക്കുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആരും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അവരോധിച്ച സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനാധിപത്യ ഭരണമാറ്റ പ്രക്രിയയിൽ കോൺഗ്രസിന് ബദലായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു. സോവിയറ്റ് ചൈനീസ് സോഷ്യലിസ്റ്റ് ശൈലിയുമായി അകലം പാലിച്ചിരുന്നെങ്കിലും ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്കിണങ്ങിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ സങ്കല്പമായിരുന്നു നെഹ്റുവിൻ്റേത്. അത് തിരിച്ചറിഞ്ഞ കോൺഗ്രസുമായി ആരോഗ്യകരമായ മത്സരത്തിന് കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിരുന്നെങ്കിൽ 1951-52 ദേശീയ ജനാധിപത്യം എഴുതിത്തള്ളിയ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ട ഇന്നത്തെ നിലയിൽ വളർത്തി വലുതാക്കില്ലായിരുന്നു. ധനസമ്പാദനം മാത്രമാണ് CPMന്റെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയേണ്ടി വരും. ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരം കിട്ടുമെന്ന് അവർക്ക് തീരെ പ്രതീക്ഷയില്ല. അതുകൊണ്ട് കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കൈയിട്ട് വാരുകയാണ് ഇപ്പോൾ. അതിന് കഴിയാത്തവരാണ് പാർട്ടിയിൽ മുറുമുറുപ്പ് ഉണ്ടാക്കുന്നത്. അവരെയാണ് കൂട്ടത്തോടെ പുറത്താക്കുകയോ സ്വയം പുറത്താവുകയോ ചെയ്യേണ്ടത്. പാർട്ടിക്കുള്ളിലെ സമ്പന്ന വിഭാഗങ്ങളും പാർട്ടി ആശയങ്ങൾ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന സാധാരണക്കാരും തമ്മിലുള്ള വർഗ സമരമാണിപ്പോൾ CPMനുള്ളിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. സ്വർണ്ണക്കടത്ത് മുതൽ കമ്മീഷൻ കച്ചവടം വരെയുള്ള വിഹിതത്തെ ചൊല്ലിയാണ് CPMലെ തർക്കം. കച്ചവടത്തിന്റെ വിഹിതം കിട്ടിയവരും ചോദിക്കുന്നവരും തമ്മിലുള്ള അടിയാണ് ഓരോ ലോക്കൽ കമ്മിറ്റിയിലും പൊട്ടി പുറപ്പെടുന്നത്. താൽക്കാലികമായി സമ്പന്നർ ജയിക്കുമെങ്കിലും ബംഗാളിൽ നിന്ന് പാർട്ടി വിട്ട് കേരളത്തിലെത്തി വാർക്കപ്പണിയെടുക്കുന്ന ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുടെ ഗതിയാണ് കേരളത്തിലെ CPM സഖാക്കളേക്കും കാത്തിരിക്കുന്നത്. ബംഗാളിലെ നേതാക്കൾക്ക് തൊഴിൽ തേടി വരാൻ കേരളമെങ്കിലും ഉണ്ടായിരുന്നു. കേരളത്തിലെ നേതാക്കൾക്ക് അതിനുപോലും ഒരിടമില്ല എന്നതും ഒരു സത്യമാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ രാജ്യാന്തര പ്രസക്തി തിരിച്ചറിഞ്ഞ SA ഡാംഗെയെ തള്ളിപ്പറഞ്ഞുണ്ടായ CPIM ഇന്ത്യയിൽ സംഘപരിവാര ശക്തികളെ അധികാരത്തിലെത്തിക്കാൻ വഹിച്ച പങ്ക് ചെറുതല്ല. 1953 മധുരയിൽ ചേർന്ന 3ാം പാർട്ടി കോൺഗ്രസിൽ അവിഭക്ത CPIക്കുള്ളിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അടുത്ത പാർട്ടി കോൺഗ്രസ് ആയപ്പോഴേക്കും ഔദ്യോഗിക പ്രമേയത്തിനെതിരെ ബദൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ആ പ്രമേയത്തിൽ പ്രതിനിധികളുടെ 1/3 വോട്ടും കിട്ടിയില്ല. കോൺഗ്രസിനോടും അതിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോടും സ്വീകരിക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചായിരുന്നു ആ തർക്കം. കോൺഗ്രസിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളണമെന്ന് ഒരു വിഭാഗം വാദിച്ചു. EMS, AK ഗോപാലൻ, സുന്ദരയ്യ തുടങ്ങിയവരാണ് അതിന് നേതൃത്വം നൽകിയത്. അവരാണ് പിന്നീട് 1964 CPIM ഉണ്ടാക്കിയത്. അവരുടെ പ്രസ്ഥാനമാണ് ഇന്നും കോൺഗ്രസിനെ പരസ്യമായി വിമർശിക്കുന്നതും രഹസ്യമായി സംഘപരിവാറിനെ താലോലിക്കുന്നതും. കോൺഗ്രസുമായി അനുരഞ്ജനത്തിനു വേണ്ടി മറ്റൊരു വിഭാഗവും രംഗത്ത് വന്നു. SA ഡാംഗെയായിരുന്നു അവരുടെ നേതാവ്. മരണം വരെ ആ നിലപാട് അദ്ദേഹം തുടർന്നു. ഈ നിലപാട് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നത്തെ CPIയിലുമുണ്ട്. അവരെ CPM ഭയപ്പെടുത്തി അടിച്ചമർത്തുകയാണ്. കേരളത്തിൽ CK ചന്ദ്രപ്പന് ശേഷം CPIയുടെ നേതൃത്വത്തിലെത്തിയവർക്കെല്ലാം ഈ ഭയം ഉണ്ട്.
അവർക്ക് CPIMനെ എതിർക്കാനുള്ള ത്രാണിയില്ല. പാർട്ടിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കണമെന്ന ആഗ്രഹവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കരുത്തോടെ നിന്ന് വയനാട്ടിലടക്കം സംഘപരിവാർ അജണ്ടയെ തുറന്നടിക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇപ്പോഴത്തെ തുരുമ്പെടുത്ത നിലപാടുകളാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുടരുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനു പുറത്ത് രാജ്യത്തൊരിടത്തും ചെങ്കൊടിയുടെ ഒരു നൂഴില പോലും ബാക്കിയുണ്ടാകില്ലെന്ന കാര്യം തീർച്ചയാണ്. ഇന്നലകളിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച രാഷ്ട്രീയ അട്ടിമറിക്കാണ് കേരളത്തിൽ CPM കളമൊരുക്കുന്നത്. കേരളത്തിൽ ഇനിയൊരു ഭരണം തങ്ങൾക്കുണ്ടാവില്ലെന്ന് CPMന് അറിയാം. എങ്കിൽ ആ അവസരം BJPക്കിരിക്കട്ടെ എന്ന ബംഗാൾ ഫോർമുലയാണ് CPM ഇവിടെയും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ബംഗാളല്ല പ്രബുദ്ധമായ കേരളമെന്ന് മലയാളികൾ കാണിച്ചു കൊടുക്കും. 2024 അത് അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും.